കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you. Hello everyone. നമ്മൾ ഇന്ന് BA സൈക്കോളജി BPCC 103 സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലാണ് ഇത്. സോ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഒരു ജനറൽ അനാലിസിസ് എന്തൊക്കെയാണെന്നത്. രണ്ട് ബേസിക് ടൈപ്സ് ആണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺസിലൊക്കെ കണ്ടുവന്നിട്ടുള്ളത്. ഒന്ന് സെക്ഷൻ 1, അതിൽ മേജർലി ചോദിച്ചിട്ടുള്ളത് പേഴ്സണാലിറ്റി, ഇന്റലിജൻസ്, ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിലൊക്കെയാണ്. പിന്നെ സെക്ഷൻ 2-ൽ നിന്ന് വന്നിട്ടുള്ളത് ഇന്ത്യൻ സൈക്കോളജി, സെൽഫ്, മോട്ടിവേഷൻ, ക്രിയേറ്റിവിറ്റി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഓരോ പേപ്പറിലും 8 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഓരോ സെക്ഷനിലും 4 ക്വസ്റ്റ്യൻസ് ആയിട്ട് മൊത്തം 2 സെക്ഷൻ വെച്ചിട്ട് 8 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ മൊത്തം നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യാനുള്ളത്. അതായത് ഓരോ സെക്ഷനിലും 2 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ കമ്പൽസറി ആയിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ സെക്ഷൻ സെക്ഷൻ 1 3 ക്വസ്റ്റ്യനും സെക്ഷൻ 2 2 ക്വസ്റ്റ്യനും, അല്ലെങ്കിൽ സെക്ഷൻ 1 2 സെക്ഷൻ 2 3, അങ്ങനെ മൊത്തത്തിൽ 5 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ ആൻസർ ചെയ്യണം. കവറേജ് ഇനി നമുക്ക് നോക്കാം. സിലബസ് ടോപ്പിക്കിന്റെ കവറേജ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. സോ കവറേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സിലബസ് കവർ ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എല്ലാ ബ്ലോക്സും ഈക്വലി കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. സോ നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് ആണ് എന്നുള്ളത് നോക്കാം. സെക്ഷൻ 1 പേഴ്സണാലിറ്റി, ഇന്റലിജൻസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. അതായത് പേഴ്സണാലിറ്റി എന്തൊക്കെ തിയറീസ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. 5 ഫാക്ടർ തിയറി, ഹ്യൂമനിസ്റ്റിക് തിയറി, സൈക്കോഡൈനാമിക് തിയറി എന്നുള്ള രീതിയിലുള്ള എല്ലാ തിയറീസും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആൻഡ് നെക്സ്റ്റ് അസസ്മെന്റ് മെത്തേഡ്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഒബ്സർവേഷൻ, ഇന്റർവ്യൂ, ഇൻവെന്ററീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താണ് എന്നുള്ള രീതിയിലും നമ്മൾ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റലിജൻസിലോട്ട് വരുവാണെങ്കിൽ തിയറീസ് അല്ലെ, തിയറീസ് ഓഫ് ഇന്റലിജൻസ് ഗെയ്ഫേർഡിന്റെ, ഗാർഡനേഴ്സിന്റെ, സ്റ്റേൺബർഗിന്റെ ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. നേച്ചറും തമ്മിലുള്ള ഒരു ഡിബേറ്റ് എന്താണ് എപ്പോഴും നമ്മൾ അത് നോക്കാറുണ്ട് അല്ലെ. ഇമോഷണൽ ഇന്റലിജൻസ്, ടെസ്റ്റുകൾ. ആൻഡ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുവാണെങ്കിൽ ഡെഫിനിഷൻ, അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻസ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ്, ഇന്റലിജന്റും അച്ചീവ്മെന്റും, ഇന്റലിജന്റും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി സെക്ഷൻ 2-ലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ സൈക്കോളജി, സെൽഫ്, മോട്ടിവേഷൻ, ക്രിയേറ്റിവിറ്റി. ഇന്ത്യൻ സൈക്കോളജിയിൽ എന്താ നമ്മൾ പഠിച്ചിരിക്കുന്ന നേച്ചർ, സ്കോപ്പ്, ഡിഫറൻസസ് അല്ലെ. എല്ലാ ക്വസ്റ്റ്യനിലും വരാറുള്ളതാണ് ഡിഫറൻസസ്, ഇന്ത്യനും വെസ്റ്റേൺ ഡിഫറൻസസ്, കോൺസെപ്റ്റ് ഓഫ് സെൽഫ് ഐഡന്റിറ്റി ആൻഡ് സെൽഫ് കോൺസെപ്റ്റ്, ട്രഡീഷണൽ ഇന്ത്യൻ വ്യൂസ്, അതായത് ആത്മൻ, പുരുഷ, ജീവ എന്നുള്ളതൊക്കെ എന്താണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുവന്നിട്ടുണ്ട്. സെൽഫ് അതുപോലെ തന്നെ എന്തൊക്കെയാണ് സെൽഫ് എൻഹാൻസ്മെന്റ് ടെക്നിക്സ്, ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് ആൻഡ് ഐഡന്റിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മോട്ടിവേഷൻ തിയറീസ്, ടൈപ്സ്, എങ്ങനെയാണ് മോട്ടിവേഷൻ കൂട്ടുന്നത്, കുറയ്ക്കുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയതാണ് അല്ലെ. ആൻഡ് ക്രിയേറ്റിവിറ്റി, അസസ്മെന്റ്, കോറിലേറ്റ്സ്, സ്റ്റേജസ് ഓഫ് ക്രിയേറ്റിവിറ്റി, അപ്രോച്ചസ് ഓഫ് ക്രിയേറ്റിവിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മൊത്തം സിലബസിൽ പഠിക്കാനുള്ളത്. ഇതിൽ നോട്ടബിൾ പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ ചില ടോപ്പിക് ഒക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും. പേഴ്സണാലിറ്റി, ഇന്റലിജൻസ്, അതുപോലെ ഇന്ത്യൻ വേഴ്സസ് വെസ്റ്റേൺ സൈക്കോളജി, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ പേപ്പറിലും എല്ലാ ഇയറിലും വരുന്നത് കണ്ടിട്ടുണ്ട്. ആൻഡ് ഒരു ബ്രോഡ് കവറേജ് എടുക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ രീതിയിലുള്ള ബ്ലോക്സിന്റെയും കവറേജ് വന്നിട്ടുണ്ട്. എല്ലാ പാർട്ടിനും ഒരേപോലെ ചോദിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിനും തിയറിറ്റിക്കൽ ആസ്പെക്ട്സിനും ഒരേപോലെ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ എല്ലാ ടോപ്പിക്സിന്റെ ഒരു ബാലൻസ് ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ പഠിക്കുന്ന സമയത്ത് ആപ്ലിക്കേഷനും തിയറിയും ഒരേപോലെ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺസ്, അതായത് പഴയ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നത്, അതൊക്കെ നോക്കിയിട്ട് കുറച്ചും കൂടി നന്നായിട്ട് ടോപ്പിക് കവറേജ് ചെയ്യുന്നത് ഉറപ്പുവരുത്തുക. ഓക്കെ,
സോ BPCC 103 സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങും അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി സബ്ജക്റ്റും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു എക്സാം ആണ് അല്ലെ. അപ്പോൾ അതിൽ തന്നെ തിയറിറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ആൻഡ് ഇതിൽ ഒരു റെക്കമെൻഡേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ കോർ തിയറീസ് എപ്പോഴും നിങ്ങൾ വിടാതെ പഠിക്കുക. കോർ തിയറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റലിജൻസ് തിയറീസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എല്ലാ തിയറീസും വിത്ത് ഡ്രോയിങ് തന്നെ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓരോ തിയറീസും പ്രാക്ടിക്കലി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ ക്രിറ്റിസിസംസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക. ആൻഡ് എല്ലാ ടോപ്പിക്സിന്റെയും ഒരു ബാലൻസ് ആയിട്ട് തന്നെ പഠിക്കുക. ഒരു ടോപ്പിക്ക് കൂടുതലും ഒരു ടോപ്പിക്ക് തീരെ കുറവും അങ്ങനെ പഠിക്കരുത്. എല്ലാ ടോപ്പിക്സും ഒരേപോലെ പഠിക്കുന്നുള്ളത് ഉറപ്പുവരുത്തും. നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണെങ്കിൽ ബ്ലോക്ക് 1 സാധാരണ 1 തൊട്ടിട്ട് 2 ക്വസ്റ്റ്യൻസ് വരെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മേജർലി ഡിസംബർ 2020, ഡിസംബർ 2023 ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 1-2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എല്ലാ എക്സാമിനും ബ്ലോക്ക് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ബ്ലോക്ക് 3 എടുത്തു നോക്കിയാൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ബ്ലോക്ക് 3 വരാറുണ്ട് ഇന്ത്യൻ സൈക്കോളജി എന്നുള്ള രീതിയിലൊക്കെ. ബ്ലോക്ക് 4 എടുത്ത് നോക്കിയാൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എപ്പോഴും വരാറുണ്ട്. ജൂൺ 2022 മാത്രമാണ് അതിന്റെ ഒട്ടും വരാതിരുന്നിട്ടുള്ളത്. ബ്ലോക്ക് 5 ഈ പറഞ്ഞ പോലെ കുറച്ച് കുറവാണ് ക്വസ്റ്റ്യൻസ്, കാരണം പ്രാക്ടിക്കലി കാര്യങ്ങൾ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. പക്ഷെ എന്നാലും ഡിസംബർ 21, 22, 23 എല്ലാ ഡിസംബർ എക്സാമിനും ഇത് വരാറുണ്ട്. അപ്പം മേ ബി ഇപ്രാവശ്യം വന്നിരിക്കാം, ജൂണിൽ വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് പെർസെൻറ്റേജ് ഇനി പറയുകയാണെങ്കിൽ ബ്ലോക്ക് 1-ലും 2-ലുമാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ബ്ലോക്ക് 1-ഉം 2-ഉം നന്നായിട്ട് തന്നെ കവർ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ബ്ലോക്ക് 5-ൽ അധികം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല, പക്ഷെ അതിനർത്ഥം അത് അങ്ങനെ സ്കിപ്പ് ചെയ്യരുത്. അതിൽ നിന്ന് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആൻഡ് ടേബിൾ കവറേജ് ഈ പറഞ്ഞ പോലെ എന്താണ്, ബ്ലോക്ക് 1, 2 ആൻഡ് 3, 4 ഒരേപോലെ പഠിക്കുക. കാരണം നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ബ്ലോക്ക് 1-നും 2-നും എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് ചിലപ്പോൾ ബ്ലോക്ക് 3-ഉം 4-നും ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറില്ല. നോക്കുവാണെങ്കിൽ ഇവിടെ ഗ്രാഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. സുധാ ഇവിടെ ഗ്രാഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ യൂണിറ്റ് 1.5 അതായത് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി, യൂണിറ്റ് 7.5 അതായത് ഡിഫറൻസസ് ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ സൈക്കോളജി, 2 ടോപ്പിക്കുകളുമാണ് ഏറ്റവും കൂടുതൽ മൾട്ടിപ്പിൾ എക്സാംസിന് ക്വസ്റ്റ്യൻസ് കണ്ടുവന്നത്. പിന്നെ യൂണിറ്റ് 2.5 അതായത് മെത്തേഡ്സ് ഓഫ് പേഴ്സണാലിറ്റി അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കും, യൂണിറ്റ് 6.3 കോൺസെപ്റ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കും, യൂണിറ്റ് 10.6 അസസ്മെന്റ് ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. റെയർ ആയിട്ട് കാണുന്നത് എന്ന് പറഞ്ഞാൽ 4.3 സ്പിയർമാന്റെ 2-ഫാക്ടർ തിയറി, 8.4 സെൽഫ് ഐഡന്റിറ്റി സെൽഫ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഒക്കെയാണ് റെയർ ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ അത് വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ ഒന്ന് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പ്രയോറിറ്റി ബേസിസിൽ പഠിച്ചിട്ട് പോവാട്ടോ. ആൻഡ് ഹയർ ഫ്രീക്വൻസി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1.5, 2.5, 7.5 ആൻഡ് 10.6 ആണ്. അത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കുകളാണ് 1.5, 2.5, 7.5 ആൻഡ് 10.6. മോഡറേറ്റ് ഫ്രീക്വൻസി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 6.3-ഉം 9.3-ഉം ആണ്. അതായത് മോട്ടിവേഷൻ ഒന്നും അധികം വന്നിട്ടില്ല, പക്ഷെ അത് പഠിച്ചിട്ട് പോകണം എന്തായാലും. ലോവർ ഫ്രീക്വൻസി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി 1.4-ഉം പിന്നെ കോൺസെപ്റ്റ് ഓഫ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് 3.3-ലും. അത് 1-2 പ്രാവശ്യമൊക്കെ വന്നിട്ട്. സോ 1.5 എന്ന് പറയുന്നത് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. 7.5 എന്ന് പറയുന്നത് ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ സൈക്കോളജിയുടെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അത് രണ്ടും എന്തായാലും പഠിച്ചിട്ട് പോവാം. പിന്നെ സെൽഫ് ഐഡന്റിറ്റി സെൽഫ് കോൺസെപ്റ്റ് സ്പിയർമാൻ 2-ഫാക്ടർ തിയറി ഒക്കെ കുറവാണ് വന്നിരിക്കുന്നത്, പക്ഷെ ജസ്റ്റ് നോക്കിയിട്ടെങ്കിലും പോവാ കേട്ടോ. ഓക്കെ, ഇനി ടോപ്പിക് വൈസ് എടുക്കുവാണെങ്കിൽ ട്രേറ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റി എപ്പോഴും വരാറുണ്ട്. എന്താണ് ട്രേറ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റി, ടൈപ്പ് തിയറി എന്താണ് എന്നൊക്കെ ഉള്ളത്. പേഴ്സണാലിറ്റി ഇൻവെന്ററീസിനെ കുറിച്ച് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. വേൾഡ് വ്യൂ, ഡിഫറൻസസ് ഇൻ ദി വേൾഡ് വ്യൂ, അതായത് ഇന്ത്യൻ സൈക്കോളജിയും വെസ്റ്റേൺ സൈക്കോളജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ചോദിക്കാറുണ്ട്. അസസ്മെന്റ് ഓഫ് ക്രിയേറ്റിവിറ്റി ഏതൊക്കെയാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇത് 4 ടോപ്പിക്കും നിങ്ങൾ പഠിച്ചു വെക്കുക, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. മോഡറേറ്റ്ലി ആ ടോപ്പിക് ആപ്റ്റിറ്റ്യൂഡിന്റെ ഡെഫിനിഷൻ, നേച്ചർ, മോട്ടിവേഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളത്. ഒട്ടും ചോദിക്കാത്തത് അല്ലെങ്കിൽ 1-2 പ്രാവശ്യം മാത്രം ചോദിച്ചിട്ടുള്ളത് ആസ്പെക്ട് ഓഫ് പേഴ്സണാലിറ്റി, ഇന്റലിജൻസിന്റെ ഡെഫിനിഷൻ മാത്രമായിട്ട്, ഗാർഡനറിന്റെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ഇതൊക്കെ 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ
ചോദിച്ചിട്ടില്ല എന്നല്ല, എന്ത് വന്നാലും ഇതൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് വീണ്ടും ഉണ്ട്. ഓക്കെ, സോ ടോപ്പിക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് 1.5, 4.4, 2.5, 3.7, 5.1, 10.6 എന്നുള്ള രീതിയിലുള്ള ടോപ്പിക്സ് എല്ലാം നിങ്ങൾ നന്നായിട്ട് നോക്കുക കേട്ടോ. ഈ പറഞ്ഞ നേരത്തെ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്സും നന്നായിട്ട് തന്നെ നോക്കുക കേട്ടോ. ആൻഡ് കമ്മിങ് ടു ആവറേജ് മാർക്സ് പെർ ടോപ്പിക്, ഈ പറഞ്ഞ പോലെ തന്നെ ട്രേറ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനാണ് ആവറേജ് മാർക്ക് കൂടുതലും. വേൾഡ് വ്യൂ, അസസ്മെന്റ് ഓഫ് ക്രിയേറ്റിവിറ്റി, നേരത്തെ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്സും കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവാ, കാരണം അതെല്ലാം ഹയർ മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അസസ്മെന്റ് ഓഫ് ക്രിയേറ്റിവിറ്റി, ഡിഫറൻസസ് ഇൻ ദി വേൾഡ് വൈഡ്, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഹയർ മാർക്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. സോ ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്സും പഠിച്ചിട്ട് പോവാ, അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, ഇന്റലിജൻസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, ഇന്ത്യൻ തോട്ട്സ് ഇൻ സൈക്കോളജി, ഈ പറഞ്ഞ എല്ലാ ബ്ലോക്കും, ബ്ലോക്ക് 1, ബ്ലോക്ക് 2, പിന്നെ എന്താണ് ബ്ലോക്ക് 4, എല്ലാ ബ്ലോക്സും പഠിച്ചിട്ട് പോവാ കേട്ടോ. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇനി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിഫറൻസസ് ഇൻ ദി വേൾഡ് വ്യൂ, അതായത് ഇന്ത്യൻ സൈക്കോളജിയും പിന്നെ വെസ്റ്റേൺ സൈക്കോളജിയും തമ്മിലുള്ള ഡിഫറൻസസ് 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റിയുടെ അസസ്മെന്റ് 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പേഴ്സണാലിറ്റി ഇൻവെന്ററീസ് 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മോട്ടിവേഷൻ എന്താന്നുള്ളതൊക്കെ 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ട്രേറ്റ് തിയറിനെ കുറിച്ച് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡെഫിനിഷനെ കുറിച്ച് 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഗാർഡനറിന്റെ തിയറി 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്സും റിപ്പീറ്റഡ് ആയിട്ട് 3, 4, 5 പ്രാവശ്യം ചോദിച്ചതാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതെല്ലാം പ്രയോറിറ്റിയിൽ വെച്ചിട്ട് തന്നെ പഠിക്കുക കേട്ടോ നിങ്ങൾ. ഇനി നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന അടുത്ത പ്രാവശ്യം വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഒന്ന് വീണ്ടും ഡിഫറൻസസ് ഇൻ ദി വേൾഡ് വ്യൂ ആണ്. 5 പ്രാവശ്യം വന്നുകൊണ്ട് ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. പേഴ്സണാലിറ്റി ഇൻവെന്ററീസ് 4 പ്രാവശ്യം വന്നുകൊണ്ട് ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. അസസ്മെന്റ് ഓഫ് ക്രിയേറ്റിവിറ്റി 4 പ്രാവശ്യം വന്നുകൊണ്ട് ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. മോട്ടിവേഷനെ കുറിച്ച് ഡിഫൈനിങ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് 3 പ്രാവശ്യം ഓൾറെഡി വന്നതാണ്. അതുകൊണ്ട് ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. ട്രേറ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റി 3 പ്രാവശ്യം ചോദിച്ചുകൊണ്ട് ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. ഡെഫിനിഷൻ ആൻഡ് നേച്ചർ ഓഫ് ആപ്റ്റിറ്റ്യൂഡ് 3 പ്രാവശ്യം ഓൾറെഡി വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം അത്. ഗാർഡനേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സോ ഇനി വരാൻ ചാൻസ് ഉണ്ട്. ലെസ് ചോദിച്ചിട്ടുള്ള കുറവ്, അതായത് 1 പ്രാവശ്യം ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് ഏതാന്ന് വെച്ചാൽ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഇൻഡിവിജ്വൽ ഡിഫറൻസ് 1 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ. അത് ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. സൈക്കോ ഡൈനാമിക് തിയറി ഓഫ് പേഴ്സണാലിറ്റി 1 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ. എത്തിക്സ് ഓഫ് സൈക്കോളജിക്കൽ അസസ്മെന്റ് 1 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഈ 1 പ്രാവശ്യം ചോദിച്ചതും 2 പ്രാവശ്യം ചോദിച്ചതും 3, 4, 5 പ്രാവശ്യം ചോദിച്ചതും എല്ലാ ടോപ്പിക്കും നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം ഇതെല്ലാം മൾട്ടിപ്പിൾ ടൈംസ് വന്നിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതിനർത്ഥം അത് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ കുറച്ച് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കണം. ഓക്കെ, സോ അത് ഇപ്രാവശ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് അറിയണം. സോ മൊത്തത്തില് നിങ്ങളുടെ ഒരു പേപ്പർ നോക്കുവാണെങ്കിൽ എല്ലാ ടോപ്പിക്സും എല്ലാ യൂണിറ്റ്സും നിങ്ങൾ ഒരേപോലെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് തന്നെ കവർ ചെയ്യുക. അതിൽ ഡിഫറൻസസ് ഇൻ ദി വേൾഡ് വ്യൂ ആയാലും പേഴ്സണാലിറ്റി ഇൻവെന്ററീസ് ആയാലും ഇതെല്ലാം ഒരേപോലെ എല്ലാ പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. അസസ്മെന്റ് ഓഫ് ക്രിയേറ്റിവിറ്റി ആയാലും മോട്ടിവേഷൻ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ ആയാലും ട്രേറ്റ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ആയാലും ഡെഫിനിഷൻ ആൻഡ് നേച്ചർ ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ആയാലും ഗാർഡനേഴ്സ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആയാലും എല്ലാ ടോപ്പിക്കും നേരത്തെ ഡിസ്കസ് ചെയ്ത എല്ലാ ടോപ്പിക്കും അതിന്റെ ടെസ്റ്റുകളാണെങ്കിൽ അതിന്റെ ടെസ്റ്റ്, അതിന്റെ ആപ്ലിക്കേഷൻ, അതിന്റെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളതും, ഇപ്പൊ തിയറി ആണെങ്കിൽ ഇപ്പൊ ഗാർഡനർ തിയറി ഒക്കെ ആണെങ്കിൽ അതിന്റെ തിയറീസ് എന്താണ്, അതിന്റെ എന്തെങ്കിലും ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അതും, ട്രേറ്റ് തിയറി ആണെങ്കിൽ അങ്ങനെ. സോ തിയറീസിന് എന്തെങ്കിലും ഒരു തിയറി ഉണ്ടാകും, പിന്നെ അതിന്റെ എന്തെങ്കിലും ഒരു ഫിഗറും ഉണ്ടാകും നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട്. അതെല്ലാം ഈ പറഞ്ഞ പോലെ എഴുതാനാണെന്നുണ്ടെങ്കിൽ ഡിഫറൻസസ് ഇൻ ദി വേൾഡ് വ്യൂനൊക്കെ ഓൾറെഡി ഞാൻ പ്രൊവൈഡ് ചെയ്ത കറക്റ്റ് ആയിട്ടുള്ള സ്ലൈഡ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. ആ സ്ലൈഡ്സ് അങ്ങനെ പഠിച്ചിട്ട് എഴുതിയാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ഒരേപോലെ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, സോ മൊത്തത്തിൽ നിങ്ങൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? ഈ കൂടുതൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് പ്രയോറിറ്റി കൊടുക്കുക. കാരണം ഓൾറെഡി വന്നതുകൊണ്ട് ഇപ്രാവശ്യം വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് എല്ലാ കോൺസെപ്റ്റ്സും നന്നായിട്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാരണം നമ്മളിവിടെ മെമ്മറി ടെസ്റ്റിനൊന്നുമല്ല അല്ലെ പോകുന്നത്, അല്ലെ, നമ്മൾ എക്സാം എഴുതി പാസ്സാവാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് ഓർമ്മ വരും എന്നുള്ളതൊക്കെ ക്വസ്റ്റ്യൻ മാർക്കാണ്. സോ റോട്ട് ലേണിംഗ് അല്ലെ, ബൈ ഹാർട്ട് ലേണിങ്ങിനെക്കാട്ടും നല്ലത് കോൺസെപ്റ്റ്സ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജിൽ നിങ്ങൾ അത് എഴുതി ഫലിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ആൻഡ് പറഞ്ഞ പോലെ പ്രീവിയസ്
ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നന്നായിട്ട് വായിച്ചിട്ട് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നൊക്കെ ഉള്ളത് നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പഠിക്കാനായിട്ട് ഒരു കോൺഫിഡൻസും ആൻസർ എഴുതാൻ ഒരു കോൺഫിഡൻസും കിട്ടും. ഒരു ബാലൻസ്ഡ് സ്റ്റഡി അപ്രോച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അപ്രോച്ച് ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. നമ്മൾ എന്ത് ടോപ്പിക് പഠിക്കുന്ന സമയത്തും എല്ലാ യൂണിറ്റ്സിന്റെയും ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ആയിട്ട് മൊത്തമായിട്ട് സ്കിപ്പ് ചെയ്യരുത്. കാരണം ചിലപ്പോൾ ആ ബ്ലോക്ക് എന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക, അപ്പൊ നിങ്ങൾ ആകെ പെട്ടുപോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് എല്ലാ ടോപ്പിക്കൊന്നും എല്ലാ ബ്ലോക്കൊന്നും ഒരേപോലെ നിങ്ങൾ ഒന്ന് തൊട്ടിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇൻ കേസ് നിങ്ങൾക്ക് ഒരേ ടോപ്പിക്സ് അല്ലെങ്കിൽ ഒരേ എക്സാം എഴുതുന്ന ഫ്രണ്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ കമ്പൈൻഡ് സ്റ്റഡി, ഗ്രൂപ്പ് സ്റ്റഡി, നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുക. അപ്പൊ ചിലപ്പോൾ അവർക്കായിരിക്കും കൂടുതൽ അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക. സോ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അല്ലെ. ഇൻ കേസ് ഷെയറിംഗ് നോളേജ് എന്ന് പറയുന്നത് നമ്മുടെ നോളേജ് കൂട്ടുകയും ചെയ്യും അല്ലെ. സോ അതുകൊണ്ട് ഗ്രൂപ്പ് സ്റ്റഡി ആൻഡ് ഡിസ്കഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇല്ല നിങ്ങൾക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെന്റേഴ്സിന് ഓഡിയോ അയക്കും. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് മെന്റേഴ്സിന് ഓഡിയോ അയച്ചിട്ട് അവരുടെ അടുത്ത് ചോദിക്കും ഇത് ശരിയല്ലേ എന്നുള്ളത്. സോ അവർ പറയും, അവരെന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടും. ഓക്കെ, ടൈം മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഏതൊരു ടോപ്പിക് പഠിക്കുമ്പോഴും ആ ടോപ്പിക്ക് 4-5 ദിവസം എടുത്തിട്ട് പഠിക്കുകയല്ല ചെയ്യേണ്ടത്. ഓരോ ടോപ്പിക്കിന് ഇത്ര ദിവസം ഇത്ര മണിക്കൂർ എന്നുള്ളത് നിങ്ങൾ പ്രോപ്പറായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് പഠിക്കുക. കൂടുതൽ പ്രയോറിറ്റി ഉള്ള സബ്ജക്ട്സ് അല്ലെങ്കിൽ കൂടുതൽ പ്രയോറിറ്റി ഉള്ള ബ്ലോക്സ് നിങ്ങൾ കുറച്ചധികം ദിവസം കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾ ഹൈ വെയിറ്റേജ് ഉള്ള ടോപ്പിക്സിന് കൂടുതൽ ദിവസം കൊടുക്കുക, ലോ വെയിറ്റേജ് ഉള്ള ടോപ്പിക്സിന് 1-2 ദിവസമൊക്കെ കൊടുത്താലും കുഴപ്പമില്ല. പക്ഷെ എല്ലാ ടോപ്പിക്സും നിങ്ങൾ സമയം ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പഠിക്കാനായിട്ട് ന്യൂമോണിക്സും സമ്മറീസും നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഓരോരുത്തരുടെ മെമ്മറീസും ഡിഫറെന്റ് ആണ് അല്ലെ. എൻ്റെ മെമ്മറി ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ മെമ്മറി. സോ എനിക്ക് ചിലപ്പോൾ ന്യൂമോണിക്സും സമ്മറീസും ആയിരിക്കും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വേറൊരു സ്റ്റഡി മെത്തേഡ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ വർക്ക് ചെയ്യുന്നത് അത് കണ്ടുപിടിച്ചിട്ട് ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ആൻസേഴ്സ് ചെയ്താൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ന്യൂമോണിക്സും സമ്മറീസും ഫ്ലാഷ് കാർഡ്സ് അതുപോലെ തന്നെ ഫ്ലോ ചാർട്ട്സ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അത് മെമ്മറി സ്ട്രോങ് ആക്കാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ബേസിക്കലി ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ BPSCC 103 എക്സാം, അതായത് സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് നിങ്ങൾക്ക് ഭയങ്കര ഈസി ആവും. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവ് ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. 7592939616 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, നോട്ട് ചെയ്ത് വെക്കുക. 7592939616. So all the best for your upcoming IGNO exams. Thank you.